നമസ്കാരം. തലക്കെട്ടുകൾ നോക്കാം. ഗുണ്ടൽപേട്ടിൽ വാഹനാപകടത്തിൽ 2 മലയാളികൾക്ക് ദാരുണാന്ത്യം. മരിച്ചത് മലപ്പുറം സ്വദേശികൾ. അപകടം കാറിൽ ടെമ്പോ ട്രാവലർ ഇടിച്ച്. പൂർണ്ണ ഗർഭിണി ഭർത്തൃവീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ. മരിച്ചത് മാഞ്ഞൂർ കണ്ടാറ്റുപാടം സ്വദേശി അഖിൽ മാനുവലിന്റെ ഭാര്യ അമിത. വീട് ജപ്തി ചെയ്തതിന് പിന്നാലെ ജീവനൊടുക്കി യുവാവ്. മരിച്ചത് ആലപ്പുഴ പുന്നപ്ര സ്വദേശി പ്രഭുലാൽ. 6 വയസ്സുകാരി കുഴഞ്ഞു വീണു മരിച്ചു. സംഭവം പാലായ്ക്ക് സമീപം ഇടപ്പാടിയിൽ. അന്ത്യം ഗ്യാസ് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് മരുന്നുകൾ കഴിച്ചുവരവേ. കാസർഗോഡ് അമ്പലത്തറ പറക്കളായിൽ പുലിയുടെ ആക്രമണം. വളർത്തുപട്ടിയെ പുലി കൊന്നു തിന്നു. CCTV ദൃശ്യം പുറത്ത്. മേടവിഷു പൂജകൾക്കായി ശബരിമല നട തുറന്നു. ഉത്സവത്തിന് നാളെ കൊടിയേറും. 18 ദിവസം ദർശനത്തിന് അവസരം. വിശദമായി നോക്കാം. കർണാടകത്തിൽ ഗുണ്ടൽപേട്ടിലുണ്ടായ വാഹനാപകടത്തിൽ മലപ്പുറം സ്വദേശികളായ 2 പേർ മരിച്ചു. അരിമ്പ്ര സ്വദേശികളായ മുസ്താൻ, ഫിർദൌസ്, ഷെഹസാദ് എന്നിവരാണ് മരിച്ചത്. ഇവർ സഞ്ചരിച്ചിരുന്ന കാറിൽ ടെമ്പോ ട്രാവലർ കൂട്ടിയിടിച്ചാണ് അപകടം ഉണ്ടായത്. ആലപ്പുഴ പുന്നപ്രയിൽ വീട് ജപ്തി ചെയ്തതിന് പിന്നാലെ യുവാവ് മരിച്ച നിലയിൽ. പുന്നപ്ര വടക്ക് പഞ്ചായത്ത് 9-ാം വാർഡ് സ്വദേശി പ്രഭുലാലിനെയാണ് വീടിനോട് ചേർന്ന ഷെഡിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ജപ്തിക്ക് ശേഷം വീടിന്റെ തിണ്ണയിലായിരുന്നു യുവാവ് കഴിഞ്ഞിരുന്നതെന്ന് അച്ഛൻ അനിലൻ പറഞ്ഞു. ശരണ്യ സ്നേഹജന്റെ റിപ്പോർട്ട് കാണാം. പുന്നപ്ര സഹകരണ ബാങ്കിൽ നിന്ന് വായ്പ എടുത്ത പ്രഭുലാൽ എന്ന 38-കാരനെയാണ് വീടിനോട് ചേർന്നുള്ള ഈ ഷെഡിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ തിങ്കളാഴ്ച ബാങ്ക് അധികൃതർ ഇവിടെ എത്തി വീട് ജപ്തി നടപടികൾ പൂർത്തീകരിച്ചിരുന്നു. 3.5 ലക്ഷം രൂപ തിരിച്ചടവ് നൽകിയാൽ ഈ വീട് തിരികെ നൽകാമെന്നുള്ള കാര്യമാണ് അവർ അറിയിച്ചിരുന്നത്. കുടുംബം പറയുന്നത് ഈ വരുന്ന 30-ാം തീയതി കഴിഞ്ഞ 30 വരെയുള്ള സമയം അവർക്ക് അനുവദിച്ചിരുന്നതാണ്. പക്ഷേ യാതൊരു മുന്നറിയിപ്പും കൂടാതെ ബാങ്ക് അധികൃതർ എത്തുകയും പിന്നീട് ഈ വീട് ജപ്തി ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ്. അതായത് ഉണ്ടാക്കിയ ഭക്ഷണം ഉൾപ്പെടെ അകത്ത് വെച്ചാണ് അത്തരത്തിൽ ആ വീട് പൂട്ടുകയും ചെയ്തിരുന്നത്. തുടർന്ന് പ്രഭുലാലിൻ്റെ അച്ഛൻ അനിലിനും ഒപ്പം തന്നെ അമ്മ ഉഷയും പകൽ സമയങ്ങളിൽ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ പോലും രാത്രി സമയങ്ങളിൽ മകളോടൊപ്പമായിരുന്നു അവർ താമസിച്ചിരുന്നത്. മറ്റൊരു വാടക വീട്ടിലേക്ക് മാറാനായി തയ്യാറെടുക്കുന്നതിനിടയിലാണ് ഇങ്ങനെയൊരു മരണം സംഭവിച്ചിട്ടുള്ളതെന്നാണ് അച്ഛൻ ഇപ്പോൾ പറയുന്നത്. ഇനി മകൻ പോയെടുത്ത് ഇനി അതിനെപ്പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല, അവർ കൊണ്ടുപോട്ടെ. നമുക്ക് ഇനി ഇത് തിരിച്ച് വേണമെന്നുള്ളൊരു മനസ്സിലായി. അവനില്ലാത്ത വീട്ടിൽ ഞങ്ങൾ എന്തിനാക്കി നീ 2 കിളവന്മാർ. ഈ സഹകരണ ബാങ്കിൽ നിന്ന് എത്ര രൂപയായിരുന്നു വായ്പ എടുത്തിരുന്നത്? അതിൻ്റെ ഒരു സാഹചര്യം എങ്ങനെയായിരുന്നു വായ്പ എടുക്കാനുണ്ടായത്? വീടിൻ്റെ പണി തീർക്കാൻ വേണ്ടിയിട്ട്. ലൈഫ് മിഷനിൽ കിട്ടിയ വീടാണോ? അത് വെച്ചാണ് പ്രളയം ഉണ്ടായത്. പണി ഇത് തുടങ്ങി ഫൗണ്ടേഷൻ വരെ കെട്ടിക്കഴിഞ്ഞപ്പം പ്രളയം ഉണ്ടായി. അന്നേരം ഈ നിന്ന ഷെഡ് ഇവിടം വരെ ഉണ്ടായിരുന്നു. നമ്മളിവിടെ ആദ്യം അതിൻ്റെ കല്ലാണ് ആ കാണുന്നത്. ഇവിടുന്ന് ഇങ്ങനെ ആയിരുന്നു. അതിനകത്ത് അത് പ്രളയത്തിൽ ഒലിച്ചു പോയി. പിന്നെ വന്നപ്പോൾ കയറി കിടക്കണം. അന്നേരം ബാങ്കിൽ പോയി ഇച്ചിരി 3 ലക്ഷം രൂപ കൂടെ മേടിച്ചുകൊണ്ട് വന്നാണ് ഈ കാര്യങ്ങൾ ചെയ്തത്. ബാക്കി മുഴുവൻ അവൻ്റെ പ്രയത്നവും ഉണ്ട്. മകൻ എന്തായി ജോലി ചെയ്തിരുന്ന ആളാണ്? ഇതിൻ്റെ കെട്ടിടത്തിൻ്റെ കോൺക്രീറ്റ് വാർപ്പ് പണിക്ക് തട്ടടിക്കുന്ന ആളായിരുന്നു. അങ്ങനെ വായ്പ എടുത്തതിന് ശേഷം എത്ര കാലം നിങ്ങൾക്ക് തിരിച്ചടക്കാൻ കഴിഞ്ഞു? 4 ഗഡു അടച്ച് പിന്നെ അടക്കാനത്തില്ല. അപ്പോൾ അവൻ വീണ് സുഖമില്ലാതാണ്ട് വന്നു. അതാണ് വായ്പ എടുത്തതിന് ശേഷം 4 ഗഡുവോളം ഇവർ തിരിച്ചടച്ചു. അതിനിടയിൽ പ്രഭുലാലിന് കെട്ടിട നിർമ്മാണത്തിനിടയിൽ അപകടം സംഭവിക്കുന്നു. ആ അപകടം സംഭവിച്ചതിന് ശേഷം നട്ടലിന് പരിക്കേറ്റ ആൾക്ക് ജോലിക്ക് പോകാനായി കഴിയാത്തൊരു സാഹചര്യമായിരുന്നു. കാരണം ശസ്ത്രക്രിയ അടക്കം പറഞ്ഞിട്ടും സാമ്പത്തിക ബാധ്യത മൂലം ഇവർക്ക് അത് ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. അങ്ങനെ ആരോഗ്യപരമായി തളർന്നൊരു സാഹചര്യം കൂടിയാണ് അനുഭവിച്ചുകൊണ്ടിരുന്നത് അല്ലേ? ഇന്നലെ വൈകിട്ടോടുകൂടി ഇന്നലെ 3 മണിയോടുകൂടി ഇവിടേക്ക് എത്തുമ്പോഴാണ് അദ്ദേഹം മരിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുള്ളത്. 30-ാം തീയതി വരെ സാവകാശം നൽകുമെന്ന് സഹകരണ ബാങ്ക് അറിയിച്ചിരുന്നുവെങ്കിലും 24-ാം തീയതി തന്നെ ഈ വീട് അവർ പൂട്ടി ലോക്ക് ചെയ്യുകയായിരുന്നു. ഒപ്പം തന്നെ ജപ്തി നോട്ടീസ് പതിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ് കുടുംബം വ്യക്തമാക്കുന്നത്. പുന്നപ്രയിൽ നിന്നും ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. 9 മാസം ഗർഭിണിയായ യുവതിയെ ഭർത്തൃവീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. മാഞ്ഞൂർ കണ്ടാറ്റുപാടം സ്വദേശി അഖിൽ മാനുവലിന്റെ ഭാര്യ അമിത സണ്ണിയാണ് ജീവനൊടുക്കിയത്. ഭർത്താവുമായുള്ള വഴക്കാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം.
ഞായറാഴ്ച രാത്രിയാണ് മാഞ്ഞൂരിലെ അഖിലിന്റെ വീട്ടിൽ അമിത തൂങ്ങി മരിച്ചത്. തന്റെ 2 മക്കളെയും നോക്കണമെന്ന് അമ്മ എൽസമ്മയെ ഫോൺ വിളിച്ചു പറഞ്ഞ ശേഷമായിരുന്നു ആത്മഹത്യ. വീട്ടിലില്ലാതിരുന്ന അഖിലിനെ അമ്മ എൽസമ്മ ഫോണിൽ വിളിച്ച് അറിയിച്ചു. വീട്ടിൽ തിരികെ എത്തി നോക്കിയപ്പോൾ അമിതയെ തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടത്. അമിതയുടെ ബന്ധുക്കൾ പരാതി നൽകിയതിനെ തുടർന്ന് പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. 4.5 വർഷം മുൻപാണ് അഖിലും അമിതയും വിവാഹിതരായത്. 2 കുട്ടികളുമുണ്ട്. ആത്മഹത്യ ചെയ്യുമ്പോൾ ഗർഭിണിയായിരുന്നു. ആത്മഹത്യ സംബന്ധിച്ച സൂചന അവസാനമായി അമ്മയോട് ഫോണിൽ സംസാരിക്കുമ്പോഴും അമിത പങ്കുവച്ചു. ഞാനില്ലാതായാലും അവർക്ക് വിട്ടു കൊടുക്കണ്ട കേട്ടോ. അമ്മയ്ക്ക് അച്ഛനും നോക്കാൻ പറ്റില്ല. അത് വരുമ്പോൾ അനാഥാലയത്തിലോട്ട് കൊടുത്തു വെച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പം എൻ്റെ ഫോൺ ഇപ്പോൾ സ്വിച്ച് ഓഫ് ആവും അത്രയും പറയുകയും ചെയ്തു. ഫോൺ കട്ടാവുകയും ചെയ്തു. എന്നാൽ ഞാൻ ചോദിച്ചാൽ അന്നേരം അമ്മയോട് ചോദിച്ചാൽ അമ്മ അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഉച്ചയായപ്പോൾ തുടങ്ങി ഇവർ തമ്മിൽ പൊക്കത്തിരുന്ന് എന്തോ പ്രശ്നമാണ്. എന്നാന്ന് എനിക്കറിയത്തില്ല. എന്നോടൊന്നും പറഞ്ഞില്ല. അവർ പൊക്കത്തിലാണെന്ന് പറഞ്ഞു. അമിതയുടെ സ്വർണം മുഴുവൻ അഖിലെടുത്തതായി കുടുംബത്തിന് പരാതിയുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നാലേ മരണകാരണം വ്യക്തമാകൂ. ന്യൂസ് 18 കോട്ടയം. കോട്ടയം പാലായ്ക്ക് സമീപം ഇടപ്പാടിയിൽ 6 വയസ്സുകാരി കുഴഞ്ഞു വീണു മരിച്ചു. ഇടപ്പാടി അഞ്ചാനിക്കൽ സോണി ജോസഫിന്റെയും മഞ്ജു സോണിയുടെയും ഏകമകൾ ജുവാന സോണിയാണ് മരിച്ചത്. ഗ്യാസ് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് മരുന്നുകൾ കഴിച്ചു വരികയായിരുന്നു. മൃതദേഹം കോട്ടയം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തി. കാട്ടാക്കട പൊറ്റയിൽ ക്ഷേത്രത്തിന് സമീപം പണം വെച്ച് ചീട്ട് കളിച്ച സംഭവത്തിൽ 2 പേർ അറസ്റ്റിൽ. പൊറ്റയിൽ സ്വദേശികളായ ജയൻ, മോഹൻലാൽ എന്നിവർ കാട്ടാക്കട പോലീസിന്റെ പിടിയിലായി. സമീപത്ത് നടത്തിയ പരിശോധനയിൽ 6430 രൂപയും മദ്യക്കുപ്പിയും കണ്ടെടുത്തു. കാട്ടാക്കട SI മനോജിന്റെ നേതൃത്വത്തിലാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. പാലക്കാട് ഒറ്റപ്പാലത്ത് സംഘർഷത്തിൽ പോലീസിനും കസ്റ്റഡിയിലുള്ളയാൾക്കും പരിക്ക്. ഒറ്റപ്പാലം മിന്നയിൽ യുവാക്കൾ തമ്മിലുള്ള തർക്കം തീർക്കാനെത്തിയ ഒറ്റപ്പാലം ഗ്രേഡ് SI രാജ് നാരായണനാണ് പരിക്കേറ്റത്. സംഘർഷത്തിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത അക്ബർ എന്ന യുവാവിനും പരിക്കേറ്റിട്ടുണ്ട്. ഇന്നലെ രാത്രിയാണ് സംഭവം നടന്നത്. സംഘർഷ സ്ഥലത്ത് നിന്നും അക്ബറിനെ കൊണ്ടുപോകുമ്പോഴാണ് പോലീസിന് നേരെ ആക്രമണമുണ്ടായത്. പത്തനംതിട്ട നാരങ്ങാനത്തെ ഫോൺ വിളി വിവാദത്തിൽ തെറ്റുപറ്റിപ്പോയെന്ന് വില്ലേജ് ഓഫീസർ. CPM ഏരിയ സെക്രട്ടറി സഞ്ജുവിനോട് സംസാരിച്ച രീതി തെറ്റായിപ്പോയെന്ന് നാരങ്ങാനം വില്ലേജ് ഓഫീസർ ജോസഫ് ജോർജ് പറഞ്ഞു. സഞ്ജു രാഷ്ട്രീയക്കാരൻ ആണെന്നോ CPM ഏരിയ സെക്രട്ടറി ആണെന്നോ വാദിച്ചിരുന്നില്ല. മാർച്ച് മാസം അവസാനമുണ്ടാകുന്ന മാനസിക സംഘർഷം മൂലമുണ്ടായ പിശകെന്നാണ് വില്ലേജ് ഓഫീസറുടെ വിശദീകരണം. ഞാൻ അവരുമായിട്ട് വിളിച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ഈ പറയുന്ന വിഷയം ഉണ്ടായ സഞ്ജുവായിട്ട് വിളിച്ച് കാര്യങ്ങൾ സംസാരിച്ചു. അതോടൊപ്പം തന്നെ ജില്ലാ സെക്രട്ടറിയായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ വിവരങ്ങൾ സംസാരിച്ചിരുന്നു. ജില്ലാ സെക്രട്ടറി ചാനൽ ചർച്ചയ്ക്കിടയിൽ തന്നെ പറഞ്ഞു അദ്ദേഹത്തിന് ഓഫീസിൽ വരുന്നതിനോ അദ്ദേഹത്തിൻ്റെ ജോലികൾ ചെയ്യുന്നതിനോ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല എന്ന് ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. സഞ്ജുവിൻ്റെ ഭാഗത്തുനിന്ന് അതുപോലെ തന്നെ ഞാൻ ഇന്നലെ അങ്ങോട്ട് വിളിച്ച് സഞ്ജുവിനായിട്ട് സംസാരിച്ചു. സഞ്ജു വളരെ പോസിറ്റീവായിട്ട് എൻ്റെ അടുത്ത് റെസ്പോണ്ട് ചെയ്തു. അന്നേരത്തെ അതായത് ഒരു മാർച്ച് മാസത്തിലുണ്ടാകുന്ന ഒരു വില്ലേജ് ഓഫീസർക്കുണ്ടാകുന്ന ടെൻഷൻ അത് പൊതുവെ എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വിളിച്ച് സംസാരിച്ചത് മാത്രമാണ്. അപ്പോൾ അത് സഞ്ജുവിനെ ബുദ്ധിമുട്ടിക്കാനോ അല്ലെങ്കിൽ സഞ്ജുവിന് മാനസികമായിട്ട് പ്രയാസം ഉണ്ടാക്കാനോ ഒന്നും വേണ്ടിയിട്ടല്ല നമ്മൾ ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഭാഗത്തുനിന്ന് സഞ്ജുവിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ ഒരു പ്രകോപനപരമായിട്ടുള്ള വാക്കുകൾ അത് അന്നേരത്തെ ഒരു മാനസിക സംഘർഷം കൊണ്ടുണ്ടായതാണെന്നുള്ള രീതിയിൽ സഞ്ജുവും പറഞ്ഞു. പിന്നെ എൻ്റെ വാക്കുകൊണ്ട് എന്തെങ്കിലും പ്രയാസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ ആ തരത്തിൽ ഞാൻ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട് സഞ്ജുവിനോട്. കാസർഗോഡ് അമ്പലത്തറ പറക്കളായിൽ പുലിയുടെ ആക്രമണം. വീട്ടുമുറ്റത്ത് കെട്ടിയിരുന്ന വളർത്തുപട്ടിയെ പുലി കൊന്നുതിന്നു. പുലിയുടെ CCTV ദൃശ്യങ്ങളും ലഭിച്ചു. പത്തനംതിട്ട വലഞ്ചുഴിയിൽ 9ാം ക്ലാസ്സുകാരി ആറ്റിൽ ചാടി മരിച്ച സംഭവത്തിൽ ആൺ സുഹൃത്ത് പോലീസിന്റെ കസ്റ്റഡിയിൽ. അയൽവാസി കൂടിയായ ആൺ സുഹൃത്ത് അച്ഛനെയും സഹോദരനെയും ആക്രമിച്ചതിൽ മനം നൊന്താണ് പെൺകുട്ടി ആത്മഹത്യ ചെയ്തത്. യുവാവ് മകളെ നിരന്തരം ശല്യം ചെയ്തിരുന്നുവെന്ന് ആവണിയുടെ അച്ഛനും പറയുന്നു. കഴിഞ്ഞ ദിവസം വലഞ്ചുഴി ക്ഷേത്രത്തിലെ ഉത്സവം കഴിഞ്ഞ് വീട്ടുകാർക്കൊപ്പം മടങ്ങുമ്പോഴാണ് സ്കൂൾ വിദ്യാർത്ഥിനിയായ ആവണി പാലത്തിൽ നിന്നും ആറ്റിലേക്ക് ചാടിയത്. അയൽവാസിയും ആൺസുഹൃത്തുമായ യുവാവ് അച്ഛനെയും സഹോദരനെയും ആക്രമിക്കുന്നത് നേരിൽ കണ്ടതിനെ തുടർന്നായിരുന്നു ആത്മഹത്യ. പെൺകുട്ടിയെ രക്ഷിക്കാൻ ഫയർഫോഴ്സും നാട്ടുകാരും പരിശ്രമം നടത്തിയെങ്കിലും വിഫലമായി. അയൽവാസിയായ 21-കാരനാണ് മകളുടെ മരണത്തിന് കാരണമെന്നാണ് ആവണിയുടെ കുടുംബത്തിന്റെ ആരോപണം. ആവണിയെ നിരന്തരം യുവാവ് ശല്യം ചെയ്തിരുന്നുവെന്നും കുടുംബം ആരോപിക്കുന്നു. ഇവർ നേരത്തെ ഒരു ചെറിയ ലോഹം ഉണ്ടായിരുന്നു, ഇപ്പോൾ ശരത്ത് എന്ന് പറയുന്ന ഒരു ചെറുക്കനായിട്ട്. അപ്പോൾ അതിനെപ്പറ്റി ഇവരെന്ത് സംസാരം ഉണ്ടായി. സംസാരം ഇപ്പോൾ എൻ്റെ മോനെ പഠിച്ചുകൊണ്ടിരിക്കുക, അവനോട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനുമായിട്ട് എന്തെങ്കിലും സംസാരം ഉണ്ടായെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഭാര്യ എന്നെ വിളിച്ചു. അങ്ങനെ ഞാനവിടെ ചെല്ലുന്നു. അവിടെ ചെല്ലുന്ന അവിടെ ചീത്ത വിളിക്കുന്നതാണ് ഞാൻ കാണുന്നത്. എൻ്റെ മോളെ ഈ ആവണി. അപ്പോൾ ഞാൻ അവനെ അടിച്ചപ്പം ഇവൻ്റെ കൂട്ടുകാരന്മാർ ഒത്തിരി പേര് എന്നെ അടിച്ചു. അപ്പോൾ ഇത് എന്നെ അടിക്കുന്ന കണ്ടുകൊണ്ടാണ് ഇവളെടുത്ത് വെള്ളത്തിൽ ചാടി.
ആരോപണ വിധേയനായ യുവാവിനെ പോലീസ് കസ്റ്റഡിയെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ്. ആവണിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് വിട്ടു നൽകി. ന്യൂസ് 18 പത്തനംതിട്ട. ഇടുക്കി വണ്ടിപ്പെരിയാർ മൗണ്ട് AKG കോളനിയിലെ കുടുംബങ്ങൾക്ക് കുടിവെള്ളം കിട്ടുന്നില്ലെന്ന് പരാതി. ഇവിടെയുള്ള പുതുകുളം എസ്റ്റേറ്റ് മാനേജ്മെന്റ് കൈയടക്കിയതോടെയാണ് നാട്ടുകാർക്ക് കുടിവെള്ളം മുട്ടിയത്. വേനൽ കടുത്തതോടെ കുടിവെള്ളക്ഷാമം രൂക്ഷമാണ്. വണ്ടിപ്പെരിയാർ AKG കോളനി നിവാസികൾക്ക് മൗണ്ട് എസ്റ്റേറ്റിലെ പൊതുകുളമാണ് ഏക ആശ്രയം. എന്നാൽ ഈ കുളം തോട്ടം അധികൃതർ കൈവശപ്പെടുത്തിയെന്നാണ് കുടുംബങ്ങൾ ആരോപിക്കുന്നത്. നാട്ടുകാരെ കുടിവെള്ളം എടുക്കാൻ അനുവദിക്കുന്നില്ലെന്നും പരാതി. மவுண்ட் AKG காலனிக்கு குடிவெள்ள பத்திரிக்கை வச்ச தண்ணி இதுவரை ஆயிட்டு தண்ணி கிடைக்கல. வாரத்தில் 3 நாள் கொடுக்குறதாக எக்ரிமெண்ட் அன்னைக்கு சொல்லியிருந்தாங்க. ஆனால் அது இப்போ 3 வருஷமாக கிடைக்கல. இப்போ தண்ணிக்கு பயங்கர புத்திமுட்டு காரணம் நாங்கள் அந்த தண்ணி அவசியப்பட்டிருக்கோம். அந்த தண்ணி எங்களுக்கு கண்டிப்பாக கிடைக்கும். 2010 ബ്ലോക്ക് ഡിവിഷൻ മെമ്പർ ഷാജി പൈനാടത്ത് തുക അനുവദിച്ച് നിർമ്മിച്ച പൊതുകുളമാണ് തോട്ടം അധികൃതർ കൈവശം വെച്ചിരിക്കുന്നത്. ഏറെക്കാലമായി തർക്കം നിലനിൽക്കുന്നതിനെ തുടർന്ന് സമീപത്ത് ബ്ലോക്ക് പഞ്ചായത്ത് മറ്റൊരു കുളം നിർമ്മിച്ചു. എന്നാൽ ഔദ്യോഗികമായി പ്രവർത്തനം ആരംഭിക്കാത്ത ഈ കുളത്തിൽ നിന്നും എസ്റ്റേറ്റ് അധികൃതർ മോട്ടോർ ഉപയോഗിച്ച് വെള്ളം പമ്പ് ചെയ്ത് കൃഷി ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുകയാണ്. എസ്റ്റേറ്റ് അധികൃതരുടെ നടപടിക്കെതിരെ നാട്ടുകാർക്കിടയിൽ പ്രതിഷേധം ശക്തമായി. 92 കുടുംബങ്ങളുണ്ടിവിടെ. കുടിവെള്ളം നിഷേധിക്കുന്ന എസ്റ്റേറ്റ് മാനേജ്മെന്റ് നടപടിക്കെതിരെ സമരത്തിനൊരുങ്ങുകയാണ് മൗണ്ട് AKG കോളനി നിവാസികൾ. ന്യൂസ് 18 വണ്ടിപ്പെരിയാർ. സ്ട്രോബെറിയുടെ വിലയിടിവ് ഇടുക്കി വട്ടവടയിലെ കർഷകരെ പ്രതിസന്ധിയിലാക്കുകയാണ്. നിലവിൽ 300 രൂപയാണ് സ്ട്രോബെറിക്ക് ലഭിക്കുന്ന വില. ഇത്തവണ മികച്ച വിളവാണ് ഉണ്ടായതെങ്കിലും വിലയിടിവ് കൃഷിയെ കാര്യമായി ബാധിക്കും. ശീതകാല പച്ചക്കറി കൃഷികൾക്കൊപ്പം വട്ടവടയിലെ കർഷകരുടെ വരുമാന മാർഗങ്ങളിൽ ഒന്നാണ് സ്ട്രോബെറി കൃഷി. മാസങ്ങൾക്ക് മുൻപ് കൃഷിയിറക്കിയ സ്ട്രോബെറി പഴുത്ത വിളവെടുപ്പിന് പാകമായി കഴിഞ്ഞു. എന്നാൽ ഈ വിളവെടുപ്പ് കാലത്ത് സ്ട്രോബെറിക്കുണ്ടായ വിലയിടിവ് കർഷകർക്ക് വലിയ നിരാശയാണ് നൽകുന്നത്. നിലവിൽ 300 രൂപയാണ് 1 കിലോ സ്ട്രോബെറിക്ക് കർഷകർക്ക് ലഭിക്കുന്ന വില. ഈ വിലയിൽ സ്ട്രോബെറി കൃഷി മുന്നോട്ട് കൊണ്ടുപോകുക പ്രയാസകരമാണ് എന്ന് കർഷകർ പറയുന്നു. പച്ചക്കറി അല്ലാതെ നമുക്ക് സ്ട്രോബെറി ഈ ഡിസംബർ ടു മെയ് വരയ്ക്ക് സ്ട്രോബെറിയാണ് ഇവിടുത്തെ പ്രധാന കൃഷി. കഴിഞ്ഞ കൊല്ലമുള്ള 600 വരെ കിലോയ്ക്ക് ഉണ്ടായിരുന്നു ഈ മാസത്തിലേക്ക്. ഇപ്പോൾ അതിന്റെ പകുതി കുറഞ്ഞു 300 ആക്കി. കാരണം ഉൽപാദനം പണം കൂടി ആൾക്കാർ വരവ് ഇത്ര കുറവായത് കൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര ഒരു ഇടിവായി ഈ കൊല്ലം. ഇത് ഏതെങ്കിലും ഈ സർക്കാർ ഭാഗത്തിൽ നിന്ന് ഇത് ഏതെങ്കിലും ഞങ്ങൾക്ക് എടുത്തിട്ട് അതേമാതിരി ഒരു 600 500 കിട്ടിയാൽ ഞങ്ങൾക്ക് ഒരു മിച്ചമാകും. അല്ലാതെ ഞങ്ങൾക്ക് ഇത് ഇങ്ങനെ ഇടിഞ്ഞു പോയി ഭയങ്കര ബുദ്ധിമുട്ടാണ്. കർഷകരുടെ പാട് ഭയങ്കര പാടാണ്. ജനുവരി മുതൽ വട്ടവടയിലേക്ക് എത്തുന്ന സഞ്ചാരികളെ പ്രതീക്ഷിച്ചാണ് പല കർഷകരും സ്ട്രോബെറി കൃഷി ചെയ്യുന്നത്. കഴിഞ്ഞ മാസങ്ങളിൽ സഞ്ചാരികൾ കുറവായിരുന്നതിനാൽ സ്ട്രോബെറിക്ക് ആവശ്യക്കാരും കുറഞ്ഞു. കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെയും വിലയിൽ ഇടിവ് ബാധിച്ചിട്ടുണ്ട്. പല കർഷകരും കടം വാങ്ങിയും മറ്റുമാണ് മെച്ചപ്പെട്ട വിളവും വിലയും പ്രതീക്ഷിച്ച് സ്ട്രോബെറി കൃഷി ഇറക്കിയിട്ടുള്ളത്. മധ്യവേനൽ അവധിയോടെ കൂടുതൽ സഞ്ചാരികൾ എത്തുമെന്നും വില ഉയരുമെന്നുമാണ് പ്രതീക്ഷ. ന്യൂസ് 18 ഇടുക്കി. വരയാടുകളുടെ പ്രജനനകാലത്തെ തുടർന്ന് അടച്ചിട്ടിരുന്ന ഇരവികുളം ദേശീയോദ്യാനം വീണ്ടും തുറന്നു. പ്രജനനകാലത്തോടനുബന്ധിച്ച് 2 മാസത്തേക്കായിരുന്നു പാർക്ക് അടച്ചിട്ടിരുന്നത്. ഉദ്യാനം തുറന്നതോടെ സഞ്ചാരികളുടെ തിരക്ക് വർദ്ധിക്കുമെന്നാണ് പ്രതീക്ഷ. വരയാടുകളുടെ പ്രജനനകാലവുമായി ബന്ധപ്പെട്ട് ജനുവരി 31-നായിരുന്നു ഇരവികുളം ദേശീയോദ്യാനം അടച്ചത്. ഈ സീസണിൽ ഇതുവരെ 80-ലധികം വരയാടിൻ കുഞ്ഞുങ്ങൾ പിറന്നതായാണ് അനൌദ്യോഗിക കണക്ക്. ഏപ്രിൽ 20-ന് ശേഷം ഇത്തവണത്തെ വരയാട് സെൻസസ് നടത്തുമെന്ന് വനംവകുപ്പ് അറിയിച്ചു. കണക്കെടുപ്പ് പൂർത്തിയാകുന്ന മുറക്ക് മാത്രമേ പുതുതായി പിറന്ന വരയാടിൻ കുഞ്ഞുങ്ങളുടെ എണ്ണം കൃത്യമായി അറിയാൻ കഴിയുകയുള്ളൂ. ഉദ്യാനത്തിൽ രാവിലെ 8 മുതൽ വൈകിട്ട് 4 വരെയാണ് സന്ദർശകർക്കുള്ള പ്രവേശന സമയം. മധ്യവേനൽ അവധി ആരംഭിച്ചതോടെ മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ എണ്ണത്തിൽ വർധനവുണ്ടായിട്ടുണ്ട്. സഞ്ചാരികളുടെ തിരക്ക് ഇനിയും വർദ്ധിക്കുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് 18 ഇടുക്കി. ഇടുക്കിയുടെ വിനോദസഞ്ചാര രംഗത്ത് ഏറെ സാധ്യതകളുള്ള കാൽവരി മൗണ്ടിൽ സന്ദർശകർക്ക് കൂടുതൽ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. പ്രധാന പാതയിൽ നിന്നും വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്കുള്ള റോഡിന്റെ നിർമ്മാണം അടക്കമുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തണമെന്നാണ് ഇവിടുത്തെ നാട്ടുകാരുടെ ആവശ്യം. ഇടുക്കിയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നാണ് ജില്ലാ ആസ്ഥാനത്തോട് ചേർന്നുള്ള കാൽവരി മൗണ്ട്. ഒരു ഭാഗത്ത് ഇടുക്കി ജലാശയത്തിന്റെ മനോഹര കാഴ്ചകളും മറുഭാഗത്ത് രാമക്കൽമേട് ഉൾപ്പെടെയുള്ള നിരവധി മലമടക്കുകളും കാണാം. 100 കണക്കിന് സന്ദർശകരാണ് കാൽവരി മൗണ്ടിലേക്ക് ദിവസവും എത്തുന്നത്. എന്നാൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവ് കാൽവരി മൗണ്ടിന്റെ വികസനത്തിന് തടസ്സമാകുന്നുമുണ്ട്. ഇവിടെ വരുന്ന ഓരോ വിനോദസഞ്ചാരികൾക്കും കണ്ണു നിറച്ചും കാഴ്ചകൾ കണ്ട് പോകാം എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത.
അതുപോലെ തന്നെ നട്ടുച്ചയ്ക്ക് ഒരു വെയിലത്ത് പോലും വളരെ കുളിർമയുള്ള ഒരു കാലാവസ്ഥയാണ് നമുക്കിവിടെ ലഭിക്കുക. ധാരാളം വിനോദസഞ്ചാരികൾ വന്നു പോകുന്ന സ്ഥലമായിട്ട് അല്പം കൂടെ അടിസ്ഥാനം, റോഡ് ഉൾപ്പെടെയുള്ള അടിസ്ഥാനങ്ങളിൽ ഇച്ചിരി വികസനം കൊണ്ടുവന്നാൽ നമ്മുടെ നാടിനും നമ്മുടെ ടൂറിസം രംഗത്തും ഈ ജില്ലയ്ക്ക് തന്നെയും വളരെ പ്രയോജനപ്പെടുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ജില്ലയ്ക്ക് പുറമേ നിന്നും എത്തുന്നവർക്ക് താമസ സൗകര്യം പരിമിതമാണ്. 1-2 സ്വകാര്യ ലോഡ്ജുകൾ മാത്രമാണ് ഇവിടെ ഉള്ളത്. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് 1 കോടിയോളം രൂപ മുടക്കി നിർമ്മിച്ച ടൂറിസം സെന്ററിന്റെ പ്രവർത്തനം ഇനിയും ആരംഭിച്ചിട്ടില്ല. അടിമാലി കുമളി ദേശീയപാതയിൽ നിന്നും ടൂറിസം സെന്ററിലേക്ക് 1 കിലോമീറ്റർ ദൂരമാണുള്ളത്. റോഡുകളുടെ പുനർനിർമ്മാണം ഉൾപ്പെടെ ചില അടിസ്ഥാന സൗകര്യങ്ങൾ കൂടി ഏർപ്പെടുത്തിയാൽ കാൽവരി മൗണ്ട് സംസ്ഥാനത്തിന്റെ വിനോദസഞ്ചാര മേഖലയ്ക്ക് വലിയൊരു മുതൽക്കൂട്ടാകും. ന്യൂസ് 18 ഇടുക്കി. കൊല്ലത്തിന്റെ കിഴക്കൻ മേഖലയിലൂടെയുള്ള ട്രെയിൻ യാത്ര ഏറെ മനോഹരമാണ്. ഇക്കഴിഞ്ഞ ദിവസം ഈ യാത്രയുടെ സൗന്ദര്യം ആസ്വദിച്ചത് ഒരു കൂട്ടം വിദ്യാർത്ഥികളാണ്. കരവാളൂർ ഗവൺമെന്റ് LPSലെ കുട്ടികളായിരുന്നു ഈ യാത്ര നടത്തിയത്. പുനലൂരിൽ നിന്ന് മലനിരകളെ കണ്ട് ആര്യങ്കാവിലേക്കായിരുന്നു ട്രെയിൻ യാത്ര. സഞ്ചാരികൾക്ക് എന്നും കൗതുകമായ 13 കണ്ണറപ്പാലവും തുരങ്കങ്ങളും പാലവും വനവും എല്ലാം കുട്ടികൾക്ക് വേറിട്ട കാഴ്ചയായി. കരവാളൂർ ഗവൺമെന്റ് LPSലെ മുഴുവൻ കുട്ടികളെയും ഭാഗമാക്കിയാണ് സമ്പൂർണ്ണ ട്രെയിൻ യാത്ര നടത്തിയത്. പാഠഭാഗത്തിലൂടെ മനസ്സിലാക്കിയ ട്രെയിനുകളെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുകയായിരുന്നു ലക്ഷ്യം. ആര്യങ്കാവ് വരെ പോവുകയാണ്. കുട്ടികളെ ക്ലാസ്സിൽ ഇതുപോലത്തെ യാത്രകളും വാഹനങ്ങളും ഒക്കെ കണ്ടും കേട്ടും മാത്രമേ പരിചയമുള്ളൂ. അപ്പോൾ അവർക്കൊരു അനുഭവഭേദ്യമാക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇന്നത്തെ യാത്ര പ്ലാൻ ചെയ്തിരിക്കുന്നത്. പ്രീ പ്രൈമറി മുതൽ 4ാം ക്ലാസ് വരെ 285 കുട്ടികളും രക്ഷിതാക്കളും PTA അംഗങ്ങളും നമ്മുടെ ടീച്ചേഴ്സുമാണ് ഈ യാത്രയിലുള്ളത്. ഞങ്ങൾ സന്തോഷമായി പോയിട്ട് വരുന്നു. 300ഓളം കുട്ടികളും രക്ഷിതാക്കളും അധ്യാപകരും യാത്രയുടെ ഭാഗമായി. ഗുരുവായൂർ മധുര എക്സ്പ്രസിലായിരുന്നു യാത്ര. കുട്ടികളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി യാത്രയിലുടനീളം 2 പോലീസുകാരുടെ സേവനവും ലഭ്യമാക്കി. ഇന്നിപ്പം കരവാളൂർ ഗവൺമെൻറ് LPSലെ ഏകദേശം 250ഓളം കുഞ്ഞുങ്ങളാണ് ട്രെയിൻ യാത്രയ്ക്കായിട്ട് പുനലൂർ വന്നത്. അവരുടെ സുഗമമായ യാത്രയ്ക്ക് വേണ്ടി പുനലൂർ റെയിൽവേ പോലീസും RPFും സംയുക്തമായിട്ട് എല്ലാവരെയും ട്രെയിനിൽ കയറ്റിയേക്കുകയും കൂടെ 2 പോലീസുകാരെ കൂടെ അവരുടെ സുരക്ഷയ്ക്കായിട്ട് അയച്ചിട്ടുമുണ്ട്. ക്ലാസ് തല പഠനത്തിനപ്പുറം ട്രെയിൻ യാത്രയുടെ അനുഭവങ്ങൾ നേരിട്ട് മനസ്സിലാക്കിയ സന്തോഷത്തിലാണ് കുട്ടികളും. ട്രെയിൻ യാത്ര സംഘടിപ്പിച്ച അധ്യാപകർക്കും എല്ലാം ഞാൻ നന്ദി അർപ്പിക്കുകയാണ്. എൻ്റെ കൂട്ടുകാർക്കും എല്ലാവർക്കും ഈ ട്രെയിൻ യാത്ര വളരെ ഇഷ്ടപ്പെട്ടു. ഈ ട്രെയിൻ യാത്ര ഞങ്ങൾ എല്ലാവരും നന്നായി ആസ്വദിച്ചു. ഈ ട്രെയിൻ യാത്ര ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാത്ത സംഭവമായി ഞങ്ങൾ ഓർമ്മിച്ചു. മധുര ഡിവിഷനിൽ നിന്നാണ് കുട്ടികൾക്കായി ഒരു ബോഗി വിട്ടു നൽകിയത്. ന്യൂസ് 18 പുനലൂർ. പാലക്കാട് കൊപ്പം പുലാശ്ശേരി ശ്രീ കാലടി അയ്യപ്പൻകാവിലെ പൂരാഘോഷം വർണ്ണാഭമായി കൊണ്ടാടി. വിവിധ ദേശങ്ങളിലെ ആഘോഷ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വാദ്യമേളങ്ങളുടെ അകമ്പടിയിൽ ഗജവീരന്മാരുടെയും ഇണക്കാളകളുടെയും എഴുന്നള്ളിപ്പ് നടന്നു. തിറപൂതൻ, കരിങ്കാളി തുടങ്ങിയ ആചാര എഴുന്നള്ളിപ്പുകളും ഉത്സവപ്പറമ്പിലെത്തി. കൃഷി ശാസ്ത്ര ബിരുദധാരികൾക്കായി പട്ടാമ്പി പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ റെസിഡൻഷ്യൽ കാർഷിക സംരംഭകത്വ പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. 45 ദിവസമായിരുന്നു പരിശീലനം. കോഴി വളർത്തൽ, കൂൺ വളർത്തൽ, തേനീച്ച, ആട്, ചെമ്മരിയാട്, മത്സ്യം വളർത്തൽ, പഴം, പച്ചക്കറി കൃഷി സംരക്ഷണം എന്നീ മേഖലകളിലായിരുന്നു പരിശീലനം. പട്ടാമ്പി പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രം, കേരള കാർഷിക സർവകലാശാല, കർഷക മന്ത്രാലയം എന്നിവ ഹൈദരാബാദിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഗ്രികൾച്ചർ എക്സ്റ്റൻഷൻ മാനേജ്മെന്റ് മുഖേനയാണ് പരിശീലനം നടത്തിയത്. 18 മുതൽ 60 വയസ്സ് വരെയുള്ളവർ, ഉദ്യോഗാർത്ഥികൾ, കർഷകർ, സംരംഭകർ തുടങ്ങിയവർ പങ്കെടുത്തു. മുഹമ്മദ് മുഹ്സിൻ MLA ഉദ്ഘാടനം ചെയ്തു. ഈ ട്രെയിനിങ് പൂർത്തീകരിക്കുമ്പോൾ വളരെ സക്സസ്ഫുൾ ആയി പൂർത്തീകരിക്കുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, തീർച്ചയായിട്ടും ഇത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയല്ല. ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ മേഖലയിൽ ഒരു മാറ്റം ഉണ്ടാക്കാനും സാമ്പത്തികമായി പുരോഗതി ഉണ്ടാക്കുന്ന രീതിയിൽ കുറേ പേർക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് ഇവിടുന്ന് പഠിച്ച പല മേഖലകളിലും നിങ്ങൾക്ക് പല സംവിധാനങ്ങളും ആരംഭിക്കാൻ കഴിയും. അപ്പൊ അതിലേക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്ന രീതിയിലേക്ക് പോകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പട്ടാമ്പി പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ 45 ദിവസമായിരുന്നു പരിശീലനം. അഗ്രി ക്ലിനിക്കുകളും അഗ്രി ബിസിനസ് സെന്ററുകളും എന്ന പദ്ധതി പ്രകാരമായിരുന്നു പരിശീലനം. ന്യൂസ് 18 പട്ടാമ്പി.
മേടമാസ പൂജകൾക്കായി ശബരിമല നട തുറന്നു. വൈകിട്ട് 4 മണിക്ക് തന്ത്രി കണ്ഠരര് രാജീവര്, കണ്ഠരര് ബ്രഹ്മദത്തൻ എന്നിവരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരി നട തുറന്ന് ദീപം തെളിയിച്ചു. ശേഷം 18ാം പടിക്ക് താഴെ ആഴിയിൽ അഗ്നി പകർന്നു. നാളെ തന്ത്രി കണ്ഠരര് രാജീവരുടെ കാർമ്മികത്വത്തിൽ തിരുവുത്സവത്തിന് കൊടിയേറും. ഏപ്രിൽ 11-നാണ് പമ്പാ നദിയിൽ ആറാട്ട്. പൊതുവിദ്യാലയങ്ങളിലെ കുട്ടികളിലെ ശാസ്ത്രബോധം വളർത്താൻ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സ്ട്രീം ഇക്കോസിസ്റ്റം. ഇതിന്റെ ഭാഗമായി പട്ടാമ്പി BRC പരിധിയിലെ തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാലയങ്ങളിലെ UP ഹൈസ്കൂൾ വിഭാഗം കുട്ടികൾ 3 ഗവേഷണ പ്രോജക്റ്റുകൾ അവതരിപ്പിച്ചിരിക്കുകയാണ്. റിപ്പോർട്ടുകളുടെ പ്രകാശനവും അവതരണവും മുഹമ്മദ് മൂസിൻ MLA ഉദ്ഘാടനം ചെയ്തു. സമഗ്ര ശിക്ഷ കേരള, പൊതുവിദ്യാഭ്യാസ വകുപ്പ്, കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല എന്നിവ സംയുക്തമായി പൊതുവിദ്യാലയങ്ങളിലെ കുട്ടികളുടെ ഗവേഷണാഭിരുചി വളർത്തുന്നതിനും ശാസ്ത്രബോധം സൃഷ്ടിക്കാനും ഗവേഷണത്തെ സമന്വയിപ്പിച്ചുകൊണ്ടുള്ള പഠന രീതിക്ക് പ്രാമുഖ്യം കൊടുക്കാനും ലക്ഷ്യമിട്ട് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സ്ട്രീം ഇക്കോസിസ്റ്റം. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഇതിന്റെ ഭാഗമായി പട്ടാമ്പി BRC പരിധിയിലെ തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാലയങ്ങളിലെ UP ഹൈസ്കൂൾ വിഭാഗം കുട്ടികൾ ചേർന്ന് ശീലം മാറ്റാം, സ്മാർട്ടാകാം, മണ്ണിനെ അറിയാം, നല്ലൊരു നാളേക്കായി എന്നീ 3 ഗവേഷണ പ്രോജക്റ്റുകൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. പ്രോജക്ട് റിപ്പോർട്ടുകളുടെ പ്രകാശനം മുഹമ്മദ് മൂസിൻ MLA നിർവഹിച്ചു. എല്ലാ വിദ്യാലയങ്ങളിലും മികച്ച കെട്ടിടങ്ങളായി ഇപ്പൊ നിങ്ങളിരിക്കുന്ന ഈ വിദ്യാലയം കൂട്ടിപ്പോകാൻ തീരുമാനിച്ച വിദ്യാലയമായിരുന്നു. കുട്ടികളുടെ എണ്ണം കുറഞ്ഞ് സൗകര്യങ്ങളില്ലാത്ത വിദ്യാലയമായിരുന്നു. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി ഈ കെട്ടിടവും ഈ ഓഡിറ്റോറിയം അടക്കമുള്ള കാര്യങ്ങൾ, ബസ്, കിച്ചൺ അടക്കം വലിയ മാറ്റങ്ങൾ വിദ്യാലയങ്ങളിൽ വന്നു. അപ്പോൾ കെട്ടിടങ്ങളും സൗകര്യങ്ങളുമായി 11.5 ലക്ഷത്തോളം കുട്ടികൾ പുതുതായി സർക്കാർ വിദ്യാലയങ്ങളിലേക്ക് കടന്നു വന്നു. പ്രോജക്റ്റിൽ പങ്കാളികളായ മുഴുവൻ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും ചടങ്ങിൽ അനുമോദിച്ചു. 17 വിദ്യാലയങ്ങളിൽ നിന്നായി 102 വിദ്യാർത്ഥികളാണ് പ്രോജക്റ്റിൽ പങ്കെടുത്തത്. ന്യൂസ് 18 പാലക്കാട്. വയനാട് മീനങ്ങാടിയിലെ ശ്രേയസിന് കീഴിലുള്ള ഷീ ഹാൻഡ്സ് കൂട്ടായ്മ ശ്രദ്ധ നേടുന്നു. എന്റെ ഗ്രാമം ശുചിത്വ ഗ്രാമം എന്ന ലക്ഷ്യം മുന്നോട്ട് വെച്ചാണ് കൂട്ടായ്മയുടെ പ്രവർത്തനം. വയനാട് മീനങ്ങാടിയിലെ ഗംഗച്ചേച്ചിയും കൂട്ടരും 5 വർഷത്തോളമായി നാട്ടിലെ കല്യാണങ്ങൾക്കും ആഘോഷങ്ങൾക്കും രുചിക്കൂട്ടുകൾ വിളമ്പി ശ്രദ്ധ നേടുന്നു. വീടുകളും ബിൽഡിങ്ങുകളും വൃത്തിയാക്കിയും ഈ കൂട്ടായ്മയിലെ സ്ത്രീകൾ ഒരു വരുമാനമാർഗം കണ്ടെത്തുന്നുണ്ട്. തൊഴിലില്ലാത്ത സ്ത്രീകൾക്ക് തൊഴിൽ നൽകി വരുമാനമാർഗം കണ്ടെത്തുകയാണ് ഈ പെൺപടയുടെ ലക്ഷ്യം. സ്ത്രീകളെ ഒറ്റക്കെട്ടായി മുന്നോട്ട് കൊണ്ടുവരുന്ന തുടങ്ങിയ ഒരു പ്രസ്ഥാനമാണ് ഷീഹാൻ ക്ലീനിങ് യൂണിറ്റ്. ഷീഹാൻ എന്ന പ്രസ്ഥാനം ആദ്യം തുടങ്ങിയത് കഴിഞ്ഞ 2 വർഷക്കാലമായി വിളമ്പൽ യൂണിറ്റ് എന്ന രീതിയിലാണ് ഷീഹാൻ എന്ന പ്രസ്ഥാനം മുന്നോട്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ 50 സ്ത്രീകളും 50 കുട്ടികളും അടങ്ങുന്ന പ്രവർത്തനമാണ് ഇത്. ഓരോ കല്യാണ വീടുകളിലും പോയി കാറ്ററിംഗ് വേണ്ടി വർക്ക് എടുത്തിട്ട് ഒരു 6 മണിക്കൂറോളം വർക്കാണ് അതിന്റെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. സമ്പൂർണ്ണ ശുചീകരണ യത്നത്തിന്റെ ഉദ്ഘാടനം മീനങ്ങാടി പഞ്ചായത്ത് പ്രസിഡന്റ് KE വിനയൻ നിർവഹിച്ചു. സമ്പൂർണ്ണ ശുചീകരണ യത്നത്തിന്റെ ലോഞ്ചിംഗ് ശ്രേയസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ഡേവിസ് ആലുങ്കൽ നിർവഹിച്ചു. ന്യൂസ് 18 വയനാട്. സ്വർണം വെള്ളി നിരക്കുകൾ നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. 22 കാരറ്റ് സ്വർണം ഗ്രാമിന് 8,510 രൂപ, പവന് 68,080 രൂപ. 18 കാരറ്റ് സ്വർണം ഗ്രാമിന് 7,020 രൂപ, പവന് 56,160 രൂപ. വെള്ളി ഗ്രാമിന് 112 രൂപ, കിലോ 1,12,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സകലമാന കേരളം പൂർണ്ണമാവുകയാണ്. ഇനി പ്രൈം ഡിബേറ്റ് കാണാം. മഞ്ജുഷ് ഗോപാൽ ചേരും. നമസ്കാരം.